ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. നിലമ്പൂരിൽ കളം പിടിക്കാൻ എം സ്വരാജ്. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് നിലമ്പൂരിൽ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലായിരുന്നു നിർണായക രാഷ്ട്രീയ തീരുമാനം. രാഷ്ട്രീയ പോരാട്ടത്തിന് ഇടതുമുന്നണി സജ്ജമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ സ്വീകാര്യത സ്വരാജിന് ലഭിക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ എം സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. ഞങ്ങൾ ഇത് സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടിയാണ് ആദ്യം മുതലേ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് വന്നത്. അപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുക, അതും ഏറ്റവും പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിലും പൊതുപ്രവർത്തകരെന്ന നിലയിലും കമ്മ്യൂണിസ്റ്റ് തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവെന്ന നിലയിലും ഉയർന്നു വന്ന് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സഖാവ് സ്വരാജ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ മുമ്പിൽ നിർത്തി പോരാട്ടം നയിക്കണം എന്ന് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്വമെന്ന എം സ്വരാജ്. നിലമ്പൂരിൽ സർക്കാരിന് അംഗീകാരം നൽകുന്ന ഫലമുണ്ടാകും. ഇടതുമുന്നണിക്കും പാർട്ടിക്കും ആത്മവിശ്വാസം നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലം നിലമ്പൂരിൽ നിന്ന് വരുമെന്നും എം സ്വരാജ് പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ നിലമ്പൂരിൽ CPM പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. നല്ല ഉറച്ച വിശ്വാസം, ആത്മവിശ്വാസം LDFന് CPIMനുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ LDF ഗവൺമെൻറ്റിൻ്റെ തുടർഭരണത്തിനുള്ള ഒരു നാന്ദിയായി മാറും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോരാട്ടം എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്കും എതിരെയാണ്, ഏതെങ്കിലും വ്യക്തി എന്ന നിലക്കല്ല. R ശ്രീജിത്തും B ദിലീപ് കുമാറും ഷഫീദ് റാവുത്തറും വിവരങ്ങൾ നൽകും. ആദ്യം നിലമ്പൂരിൽ നിന്ന് R ശ്രീജിത്ത് ഏതാണ്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം 1970കളുടെ തുടക്കത്തിൽ മാത്രമാണ് പാർട്ടി ചിഹ്നത്തിൽ അവിടെ ഒരു മത്സരം ഉണ്ടായിരുന്നത്. പിന്നീട് സ്വതന്ത്രരെ വെച്ചുള്ള ഒന്നാമത്തെ കാര്യം ഞങ്ങളൊന്നും ഒരു വെല്ലുവിളിയായേ കണക്കാക്കുന്നില്ല. അതൊക്കെ ചില പ്രതികരണങ്ങൾ, അത് അങ്ങനെ മറുപടി പറയേണ്ട പ്രതികരണം പോലുമല്ല. ഞാനിപ്പോൾ അതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചിരിക്കുന്നു, ഞാൻ അതിലേക്ക് ഇനി കടന്നു പോകുന്നില്ല. നിലമ്പൂരിൽ ആര് മത്സരിക്കണമെന്നത് LDFന്റെയും സീറ്റ് നിശ്ചയിക്കപ്പെട്ട പാർട്ടി എന്ന നിലയിൽ CPIMന്റെയും തീരുമാനമാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു 30-ാം തീയതിയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. ഇന്നാണ് ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് യോഗം. എല്ലാ ആഴ്ചയും സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്, നിങ്ങൾക്കറിയാം ഏത് ദിവസമാണെന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് നിശ്ചയിച്ചിരുന്നത്. അതിനനുസരിച്ചാണ് ഇപ്പോൾ തീരുമാനം വന്നിട്ടുള്ളത്. PV അൻവർ നിലമ്പൂരിൽ ഒരു ഫാക്ടറാണോ, അത് എതിരാളിയോ അങ്ങനെയൊന്നുമല്ല, ഒരു ഫാക്ടറെങ്കിലുമാണോ PV അൻവർ? ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനോ വിഷമിപ്പിക്കാനോ ആഗ്രഹിക്കുന്നേയില്ല. സത്യത്തിൽ അദ്ദേഹത്തെ ഈ നിലയിലേക്കൊക്കെ എത്തിക്കുന്നതിൽ കോൺഗ്രസിനാണ് ഒരു പങ്കുള്ളത്. അത് ജനാധിപത്യത്തിൽ അത്ര ഗുണം ചെയ്യുന്ന ഒരു കാര്യമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ നാട് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് വികസന കാര്യങ്ങളും സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളും അത് തുടരേണ്ടതിന്റെ ആവശ്യകതയും നമ്മുടെ രാജ്യത്ത് വർഗീയ അസ്വാസ്ഥ്യങ്ങൾ ഇല്ലാതെ നിലനിൽക്കണമെന്ന ആഗ്രഹവും ഇതൊക്കെയാണ് സ്വാഭാവികമായി ചർച്ച ചെയ്യുക. അങ്ങനെയാണ് വേണ്ടത്. ഞാൻ ചോദിക്കുന്നത്, മുൻപ് LDF സ്വതന്ത്രനായി മത്സരിച്ചൊരു സ്ഥാനാർത്ഥിയാണ് PV അൻവർ മാറിയപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് തന്നെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സെക്രട്ടറി പറയുന്നു അൻവർ ഇടതുപക്ഷത്തെ ഒറ്റിയ യൂദാസ് ആണെന്ന്. ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ പ്രസക്തി അൻവറിനുണ്ടോ ഇപ്പോൾ? അത് മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്ക് തന്നെ വിലയിരുത്തിയാൽ അറിയാം. LDFന്റെ ഭാഗമായി നിന്ന കാലത്ത് അദ്ദേഹത്തിന് എല്ലായിടത്തുനിന്നും വലിയ സ്നേഹാദരങ്ങളാണ് ലഭിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സാഹചര്യം അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചതായി കേട്ടു. അത് നമ്മുടെ നാടിന്റെ മുൻപാകെ ഉണ്ട്. LDF എപ്പോഴും എല്ലാവരോടും നീതി പുലർത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. നിലമ്പൂർ മണ്ഡലം CPMന് ഒരു കിട്ടാക്കനിയൊന്നുമല്ല. എഫിഷ്യന്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട എന്തൊക്കെ ക്യാമ്പയിനുകൾ നമ്മളോട് യാഥാർത്ഥ്യമാക്കും, സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളായിരിക്കുമോ എന്ന് പറയുന്നത് അത് റിഫ്ലക്ട് ചെയ്യുമോ? അതെ, ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അത് ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പദ്ധതികൾ, ദേശീയ പ്രശ്നങ്ങളിൽ എടുത്തിട്ടുള്ള അടിയുറച്ച നിലപാട്, മതനിരപേക്ഷ കാഴ്ചപ്പാട്, ഇത്തരം കാര്യങ്ങളെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യുന്നതായി ഈ തെരഞ്ഞെടുപ്പ് മാറും. ഇതെല്ലാം ചർച്ച ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യും. സ്ഥാനാർത്ഥി നിർണയത്തിൽ UDF പറയുന്ന പോലെ ഒരു ആക്ഷേപമുണ്ട്. അത് ചില കൺഫ്യൂഷൻ CPMൽ ഉണ്ടായിരുന്നു, LDFൽ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒരു കൺഫ്യൂഷനും ഇല്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്കും അതിലൊരു ചെറിയ പങ്കുണ്ട്. ചില വാർത്തകളിലൊക്കെ പരാമർശിക്കപ്പെട്ട പേരുകളൊക്കെ ഞങ്ങൾ അത്ഭുതത്തോടെയാണ് കണ്ടത്.
സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുടെ ഒരു ഘട്ടത്തിലും കടന്നു വന്നിട്ടില്ലാത്ത പേരുകൾ പോലും സ്ഥാനാർത്ഥിയാകുന്നു എന്ന മട്ടിൽ സമൂഹത്തിന്റെ മുൻപാകെ വന്നിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾ ആലോചിച്ച കാര്യങ്ങളല്ല. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തവർക്കും അത് വിശ്വസിച്ചവർക്കുമായിരിക്കും ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ടാവുക. പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് തീരുമാനിച്ചത്. പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു എന്താ പറയുക, ആശയക്കുഴപ്പവും ഈ കാര്യത്തിൽ ഞങ്ങൾക്കുണ്ടായിട്ടില്ല. സ്വന്തം നാട്ടിൽ എല്ലാ വിജയാശംസകളും നേരുന്നുണ്ട്. ഇപ്പോൾ CPM-ന്റെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള M. സ്വരാജാണ് നമ്മളോടൊപ്പം ചേർന്നത്. അദ്ദേഹം ചില രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി മറുപടി പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ CPM-ന് ആ വിഷയത്തിൽ ഒരു ലാഗ് ഉണ്ടായിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ PV അൻവർ ഒരു ഫാക്ടറല്ല. മാത്രവുമല്ല PV അൻവറിന്റെ രാഷ്ട്രീയ മറുപടി പറയേണ്ട കാര്യമില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അത് വ്യക്തമായി തന്നെ പറയുകയായിരുന്നു CPM-ന്റെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ CPM കാൻഡിഡേറ്റ് ആയിട്ടുള്ള M. സ്വരാജ്. അദ്ദേഹം ഈ നിലമ്പൂർ മണ്ഡലം അത് ഒരു തരത്തിലും CPM-ന് ഒരു കിട്ടാക്കനിയല്ലെന്നും കേരളത്തിന്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സർക്കാരിന്റെ വിലയിരുത്തലായി മാറും. ഈ ഉപതെരഞ്ഞെടുപ്പ് തുടർഭരണത്തിലുള്ള ഒരു വാതിലായി ഉപതെരഞ്ഞെടുപ്പ് മാറും എന്നുള്ള കാര്യം കൂടി പങ്കുവയ്ക്കുന്നുണ്ട് വിജയകുമാർ. യെസ്, M. സ്വരാജിനൊപ്പമാണ് ഷഫീദ് റാവുത്തർ വിവരങ്ങൾ പങ്കുവച്ചത്. അല്പസമയം മുമ്പാണ് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത്. നിലമ്പൂരിലേക്ക് പോവുകയാണ്. ആർ ശ്രീജിത്ത് അവിടെയുണ്ട്. ശ്രീജിത്ത്, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പാർട്ടി പ്രവർത്തകരുടെ വലിയ ആഹ്ലാദ പ്രകടനമൊക്കെ കണ്ടു. എനിക്ക് തോന്നുന്നു CPM-ന്റെ LDF-ന്റെ ഒക്കെ പ്രവർത്തകരുടെ ഒരു സമ്മർദ്ദം അവിടെ M. സ്വരാജിന് വേണ്ടി പ്രാദേശിക തലത്തിൽ ഉയർന്നു വന്നു. തന്നെയുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെ അവിടെ നടത്തണം, അതിനുതകുന്ന സ്ഥാനാർത്ഥി വേണം. അങ്ങനെ മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ ഒരു ഘട്ടത്തിൽ വിമുഖത പ്രകടിപ്പിച്ച സ്വരാജിന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു സമ്മർദ്ദം കൂടി അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിന് പാർട്ടി ചിഹ്നത്തിൽ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കി CPM ഇടതുമുന്നണി ഒരുങ്ങുകയാണ് നിലമ്പൂരിൽ, അല്ലേ? വിജയകുമാർ, നിലമ്പൂരിൽ CPIM-നും LDF-നും അണിനിരത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. M. സ്വരാജ് ഈ നാട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പരിചിതമായ നാടും ജനങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു മികവും അദ്ദേഹത്തിന് പുലർത്താൻ കഴിയും എന്ന് CPM പ്രതീക്ഷിക്കുന്നു. രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് ഉപതെരഞ്ഞെടുപ്പിന്റെ മത്സരത്തെ മാറ്റിയാൽ ഇടതുപക്ഷത്തിന്റെ എല്ലാ വോട്ടുകളും സമാഹരിച്ചുകൊണ്ട് വിജയം നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് LDF നേതൃത്വം, CPM നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. ഇതിനെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി വരെയും സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമില്ല എന്ന് അറിയിച്ച ആളാണ് M. സ്വരാജ്. കാരണം അദ്ദേഹം ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചുമതലക്കാരനാണ്. ഒപ്പം തന്നെ ഒരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് മത്സരത്തിലേക്കും താനില്ല എന്നൊരു നിലപാടും സ്വരാജിനുണ്ടായിരുന്നു. തൃപ്പൂണിത്തുറയിൽ 2 തവണ മത്സരിച്ചു, 1 തവണ MLA ആയി, ഈ തവണ പരാജയപ്പെട്ടു. ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തേക്കില്ല എന്നൊരു മനോഭാവമുള്ള ആളായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി അടക്കമുള്ള CPIM സംസ്ഥാന സെക്രട്ടറിയിലെ നേതാക്കളുടെ സമ്മർദ്ദമാണ് സ്വരാജിനെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിച്ചത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരായി ഈ നിലമ്പൂരിലെത്തിയിരിക്കുന്ന CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളടക്കം എല്ലാവരും സ്വരാജ് മത്സരിക്കുന്നതാണ് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് ഏറ്റവും നല്ലത്. സ്വതന്ത്ര പരീക്ഷണം അനാവശ്യമാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രവർത്തകർക്കും പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയായി ഒരാൾ വരുന്നത് വലിയ തോതിൽ ആവേശമുണ്ടാക്കുന്നു. അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നിലമ്പൂരിൽ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആദ്യമായി ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. യെസ്, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് നിലമ്പൂരിൽ നിന്ന്. ന്യൂസ് ഡെസ്കിൽ നിന്ന് B. ദിലീപ് കുമാർ ചേരുന്നു. ദിലീപ്, പലപ്പോഴും അവിടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ CPM തയ്യാറാകാതിരുന്ന ഒരു മണ്ഡലം, സ്വതന്ത്രരെ പരീക്ഷിക്കുന്ന ഒരു മണ്ഡലം, ഇത്തവണ ഒരു കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിന് വേണ്ടി CPM തയ്യാറെടുക്കുകയാണ്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ ഒരുപക്ഷെ ഒരു സർപ്രൈസ് ഉണ്ട് അതിൽ. തുടക്കത്തിൽ സ്വരാജിന്റെ പേര് ഉയർന്നു വന്നു, പക്ഷെ അദ്ദേഹം മത്സരരംഗത്ത് വരാൻ സന്നദ്ധത അറിയിക്കുന്നില്ല. അവിടുത്തെ പ്രചാരണത്തിന്റെ നീക്കങ്ങളുടെയൊക്കെ ചുക്കാൻ പിടിച്ച് മണ്ഡലത്തിൽ തുടരുക എന്നതാണ് തന്റെ ആഗ്രഹമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതാണ് അദ്ദേഹം. അതിൽ നിന്ന് പെട്ടെന്ന് സ്ഥാനാർത്ഥിയായി മാറുന്നു. CPM പ്രതീക്ഷിക്കുന്നത്, ഉദ്ദേശിക്കുന്നത് എന്താണ് നിലമ്പൂരിൽ സ്വരാജിനെ പോലെ ഒരു കടുത്ത പോരാളിയെ കളത്തിലിറക്കുമ്പോൾ? വിജയകുമാർ, പിണറായിസത്തിനെതിരായ പോരാട്ടമാണെന്നാണ് നേരത്തെ MLA സ്ഥാനം രാജിവെക്കുമ്പോൾ PV അൻവർ പറഞ്ഞിരുന്നത്. 9 വർഷം ഇടതു സഹയാത്രികനായിരുന്ന PV അൻവർ UDF-ന്റെയും പ്രതിപക്ഷ നേതാക്കളുടെയും ഒക്കെ കടുത്ത വിമർശകനായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങളിലൊക്കെ പ്രതിരോധിച്ച് നിന്നിരുന്ന PV അൻവർ MLA സ്ഥാനം രാജിവെക്കുമ്പോൾ വലിയ വിമർശനവുമായി അദ്ദേഹം മുന്നണി വിടുകയും ചെയ്തപ്പോൾ ഈ മണ്ഡലം നിലനിർത്തുക എന്നത് CPIM-നെ സംബന്ധിച്ച്, LDF-നെ സംബന്ധിച്ച് ഒരു അഭിമാന പ്രശ്നമായി
മാറുകയായിരുന്നു പല സ്വതന്ത്രരിലും. കാരണം 1965-67 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ വിജയം കണ്ടിട്ടില്ല. പല CPIM നേതാക്കളും പാർട്ടി ചിഹ്നത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട്. അത് CP അബൂബക്കർ, പിന്നീട് കുഞ്ഞാലിയുടെ മരണശേഷം CP അബൂബക്കറിനെ 70-ൽ മത്സരിപ്പിക്കുന്നു. മറ്റു നിരവധി നേതാക്കൾ 2006-ൽ P ശ്രീരാമകൃഷ്ണൻ ഇവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു. സൈതാലിക്കുട്ടിയെ പോലെയുള്ള നേതാക്കൾ ഈ മണ്ഡലത്തിൽ മത്സരിച്ചു. അവരൊക്കെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ചെങ്കിലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. 82-ൽ മലപ്പുറം DCC പ്രസിഡന്റായിരുന്ന TK ഹംസയെ നിർത്തി ആര്യാടൻ മുഹമ്മദിനെ പരാജയപ്പെടുത്തുന്നു. അങ്ങനെ സ്വതന്ത്രരെ നിർത്തിയുള്ള പരീക്ഷണം പിന്നീട് 2016-ലും 2021-ലും PV അൻവറിലൂടെ CPIM ആവർത്തിക്കുന്നു. അങ്ങനെ പാർട്ടി ചിഹ്നത്തിൽ 67-നു ശേഷം വിജയിക്കാൻ CPIMന് കഴിഞ്ഞിട്ടില്ല എന്ന ദുഷ്പേര് ഇത്തവണ മാറ്റിയെടുക്കാൻ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPIMനെ സംബന്ധിച്ച്, LDFനെ സംബന്ധിച്ച് അവർക്ക് ആ മണ്ഡലത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണിപ്പോൾ CPIM തീരുമാനിച്ചിരിക്കുന്നത്. നിലമ്പൂർ സ്വദേശി കൂടിയായ, നിലമ്പൂർ പോത്തുകൽ സ്വദേശിയായ M സ്വരാജിനെ അവിടെ CPIM സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതോടുകൂടി വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് മണ്ഡലം മാറുകയാണ്. കോൺഗ്രസിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും LDF സ്ഥാനാർത്ഥിയായി M സ്വരാജും മത്സരിക്കുമ്പോൾ മണ്ഡലത്തിൽ തീപാറും മത്സരമുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. PV അൻവർ ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ഈ M സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾക്ക് ഒരുപക്ഷെ വീണ്ടും വിചാരം ഉണ്ടായേക്കാം. PV അൻവറിനും ആ നിലയിൽ ചില വീണ്ടും വിചാരം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഏതായാലും UDFിൽ ചില നീക്കങ്ങൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. CPIM അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ M സ്വരാജിനെ ഇവിടെ സ്ഥാനാർത്ഥിയായി, നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് ഇപ്പോൾ മണ്ഡലത്തിൽ തുടക്കമിട്ടിരിക്കുകയാണ്. ദിലീപ് കുമാറാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ശ്രീജിത്ത്, നേരത്തെ ദിലീപ് സൂചിപ്പിച്ചതുപോലെ അവിടെ മത്സരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ മത്സരിക്കുമെന്ന UDFന് മുന്നിൽ ഒരു ഭീഷണി മുഴക്കുന്ന PV അൻവറിനെ പോലുള്ളവർക്ക് ഈ ഘട്ടത്തിൽ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം മറ്റൊരു തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കില്ല അവരെ? അതൊരു ഘടകമായി UDFനും കണക്കിലെടുക്കേണ്ടി വരില്ല. കാരണം സ്വതന്ത്ര പരീക്ഷണത്തിനൊന്നുമില്ല. ഇത്തവണ രാഷ്ട്രീയ പോരാട്ടത്തിന് തന്നെയാണ് ഒരുങ്ങുന്നത്. തന്നെയല്ല, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാകുമെന്നൊക്കെ സ്വരാജ് പറഞ്ഞിട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ അദ്ദേഹം അവിടേക്ക് വരാനൊരുങ്ങുന്നത്. ഈ ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പോരാട്ടമാകുമ്പോൾ അതിനെല്ലാ ആയുധങ്ങളും UDFന് സംഭരിക്കേണ്ടി വരില്ലേ? UDF ക്യാമ്പ് എങ്ങനെയായിരിക്കും സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത്? പ്രചാരണത്തിൽ കുറച്ച് മുന്നേ പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇനിയുള്ള ദിവസങ്ങൾ അങ്ങനെ ആകണമെന്നില്ലല്ലോ. വിജയകുമാർ, ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങിയ UDFന് ആദ്യഘട്ടത്തിൽ ഒരു മേൽക്കൈ പ്രചാരണത്തിലുണ്ട്. എന്നാൽ അത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആയി കരുതാൻ കഴിയില്ല. ഇപ്പോൾ LDF കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് M സ്വരാജിനെ അണിനിരത്തുമ്പോൾ മത്സരം വാശിയേറിയ ഒരു മത്സരത്തിലേക്ക് മാറുകയാണ്. LDFന്റെ സംഘടനാ സംവിധാനം ഇപ്പോൾ തന്നെ മണ്ഡലത്തിലെമ്പാടും സജീവമാണ്. അതുകൊണ്ട് തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ LDFന്റെ സംഘടനാ സംവിധാനവും പ്രവർത്തിച്ചു വരുമ്പോൾ പര്യടനത്തിലെ ഇപ്പോഴുള്ള പിന്നോക്കാവസ്ഥ മറികടക്കാൻ LDFന് നിശ്ചയമായും കഴിയും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പോരാട്ടമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ മാറ്റാൻ കഴിയുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDFനും അൻവറിനും ചില വീണ്ടും വിചാരങ്ങൾക്ക് ഇടയാക്കും. അൻവറിന്റെ രാഷ്ട്രീയ ലക്ഷ്യം തന്നെ പിണറായിസത്തിനെതിരെ ഉള്ള പോരാട്ടം, അതിനെ പിണറായിസത്തെ പരാജയപ്പെടുത്തുക, അതിന് നാന്ദി കുറിക്കുന്നത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ ആകണം. ആ പ്രഖ്യാപനത്തോടെയാണ് PV അൻവർ രാജിവെച്ചത് 2025 ജനുവരി 11-ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റുന്നതിന് ചില വിട്ടുവീഴ്ചകൾ ആവശ്യമാണ് എന്ന കാര്യം രാഷ്ട്രീയ സാഹചര്യം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ UDFനും അൻവറിനെ അടക്കമുള്ള എല്ലാ LDF വിരുദ്ധ വോട്ടുകളും സമാഹരിക്കേണ്ടതും അനിവാര്യമാണ്. ഈ സാഹചര്യം രണ്ടു കൂട്ടർക്കും ചില വീണ്ടും വിചാരങ്ങൾക്ക് ഇട നൽകും. അതുകൊണ്ട് തന്നെ അനുനയത്തിന്റെ പാത വെട്ടിത്തുറക്കാൻ എല്ലാവർക്കും UDFനെയും അൻവറിനെയും പ്രേരിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥിത്വം കൂടിയാണ് M സ്വരാജിന്റേത്. ചില രാഷ്ട്രീയ പ്രതികരണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. സ്ഥാനാർത്ഥി ശക്തനാണോ എന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാമെന്ന M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ PV അൻവറിന്റെ പ്രതികരണം. താൻ ഉയർത്തിക്കൊണ്ടുവന്ന പിണറായിസത്തിനെതിരെ വികാരം നാട്ടിലുണ്ടെന്നും PV അൻവർ പറഞ്ഞു. അല്ല, മത്സരത്തിൻ്റെ കടുപ്പവും മത്സരത്തിൻ്റെ ശേഷിയും സ്ഥാനാർത്ഥിയുടെ വലുപ്പവും UDF LDF രാഷ്ട്രീയത്തിൻ്റെ വലിപ്പമൊക്കെ എപ്പോഴാണ് അറിയാം? 23-ാം തീയതി വോട്ടെണ്ണുമ്പോഴാണ്. ഇവരെല്ലാവരും സമന്മാരല്ലേ? ജനങ്ങളുടെ മനസ്സല്ലേ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത്? ആ മനസ്സ് എന്താണ് എന്നുള്ളത് 23-ന് അറിയാം. ആ മനസ്സ് ഞാൻ ഉയർത്തിക്കൊണ്ടുവന്ന
ഈ പിണറായിസത്തിനെതിരാണ്. ഓരോ ദിവസത്തെയും മനുഷ്യനെ നിത്യജീവിതത്തിൽ ബാധിക്കുന്ന വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസം ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കും. മുഖ്യമന്ത്രിയുടെ കറിവേപ്പില പരിഹാസത്തിനും അൻവർ മറുപടി നൽകി. കറിവേപ്പില ആന്റിബയോട്ടിക് ആണ്, കറിവേപ്പില ഏത് കറിയിലിട്ടാലും സ്വാദ് കൂടുമെന്നും അൻവറിന്റെ പരിഹാസം. കറിവേപ്പില എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്കാണ്. അത് ഭയങ്കരമായിട്ട് രുചി ഉണ്ടാക്കും. നമ്മളൊക്കെ കറിയിൽ ഉപയോഗിക്കുന്നതാണല്ലോ. ഏത് കറിക്കും അത് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ വലിയ പോഷക ഗുണമുള്ള സാധനം കൂടിയാണ് കറിവേപ്പ്. ആ കറിവേപ്പിലെ പോലെ തന്നെ ആക്കിയെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അതിൽ ചെറിയൊരു വസ്തുത ഉണ്ടല്ലോ. വസ്തുത ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ എൻ്റെ പൊസിഷൻ ഏകദേശം കറിവേപ്പിലയാണല്ലോ. എല്ലാ പോഷക ഗുണങ്ങളും ഊറ്റി സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ എന്താ ചെയ്യുക, ആ ടേസ്റ്റ് ആക്കിയിട്ട് ആ കറിവേപ്പില എടുത്ത് മാറ്റും. ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞത് അത് കറക്റ്റാണ്. ഇപ്പോൾ ഒരു കറിവേപ്പിലയുടെ പൊസിഷനിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ഈ കറിവേപ്പില തന്നെ കടിച്ചിറക്കുന്നവരുണ്ട്. അവന് കുറച്ചും കൂടെ കൂടുതൽ ഗുണം കിട്ടും. ചിലവരെടുത്ത് കളയും. ഞാനൊക്കെ കറിവേപ്പില കഴിക്കുന്നതല്ല. PV അൻവർ യൂദാസ് ആണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അൻവർ മത്സരിച്ചാലും ഇല്ലെങ്കിലും LDF-നും പ്രശ്നമില്ല. നിലമ്പൂരിൽ മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അൻവർ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒറ്റുകൊടുത്ത യൂദാസിന്റെ സ്ഥാനത്താണ് വെച്ചിട്ടുള്ളത്. അൻവർ വരുന്നോ വരുന്നില്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല. അയാൾ മത്സരിക്കുന്നില്ലയോ എന്നുള്ളതും ഞങ്ങൾക്ക് പ്രശ്നമല്ല. M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചതാണ് എന്ന് സ്ഥാനാർത്ഥി ചർച്ചകളിൽ പരിഗണിക്കപ്പെട്ടിരുന്ന മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ഷറോണ റോയ്. സ്വരാജ് മികച്ച വിജയം നേടുമെന്നും ഷറോണ റോയ് 24-നോട് പറഞ്ഞു. സ്വരാജിന് പിന്നിൽ പാർട്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് DYFI ജില്ലാ സെക്രട്ടറി P ഷബീറും പ്രതികരിച്ചു. ഞങ്ങൾ പ്രതീക്ഷിച്ച സ്ഥാനാർത്ഥി തന്നെയാണ് ഏറ്റവും സന്തോഷം. ഉറപ്പായിട്ടും ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുണ്ട്. എന്തായാലും വിജയിക്കും, അതിന് ഒരു സംശയവും വേണ്ട. ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള സ്ഥാനാർത്ഥിയാണ്. ഞങ്ങളെ സഹാക്കളും ഞങ്ങളുടെ പ്രവർത്തകരും എല്ലാം ഒറ്റക്കെട്ടായിട്ട് അദ്ദേഹത്തിന്റെ പുറകിൽ തന്നെ ഉണ്ടാവും, ജയിച്ചിരിക്കും. ഏറെ ആവേശത്തോടു കൂടിയാണ്, അതോടൊപ്പം തന്നെ അഭിമാനത്തോടു കൂടിയാണ് സഖാവ് M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം ഈ മലയോര ജനത ഏറ്റെടുത്തിട്ടുള്ളത്. മതനിരപേക്ഷമായ ഒരു മുന്നേറ്റത്തിന്, അതോടൊപ്പം തന്നെ നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധം കഴിഞ്ഞ 9 കൊല്ലത്തെ വികസന വിപ്ലവത്തിന്റെ തുടർച്ചയ്ക്ക് സഖാവിന്റെ വിജയത്തിലൂടെ ഈ മണ്ഡലം അതിന് കൃത്യമായ തുടർച്ച നൽകും, അതിലൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്കിൽ നിന്ന് വീണ്ടും B ദിലീപ് കുമാർ ചേരുന്നു. ദിലീപ്, സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ, ഭരണ തുടർച്ചയുടെ അതിന്റെ പ്രതീകമായ ഒരു ജയം, ഒരു റിസൾട്ട്, ഇതൊക്കെയാണ് നിലമ്പൂരിൽ നിന്നുണ്ടാകുമെന്ന് ഇപ്പോൾ M സ്വരാജ് അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണത്തിൽ തന്നെ പറയുന്നത്. യഥാർത്ഥത്തിൽ ആ നിലയ്ക്കുള്ള ഒരു രാഷ്ട്രീയ വെല്ലുവിളി സ്വയം ഏറ്റെടുക്കുകയാണോ, പാർട്ടി ഏറ്റെടുക്കുകയാണോ നിലമ്പൂരിൽ ഈ സ്ഥാനാർത്ഥിത്വത്തോടെ ഉണ്ടായിരിക്കുന്നത്? വിജയകുമാർ, M സ്വരാജിന് ഈ മത്സരത്തിൻ്റെ തുടക്കത്തിൽ അവിടെ സ്ഥാനാർത്ഥിയാകണം എന്ന ലക്ഷ്യമുണ്ടായിരുന്നില്ല എന്ന കാര്യം ഉറപ്പാണ്. അവിടെ പക്ഷേ നിലമ്പൂർ സ്വദേശി എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ട് M സ്വരാജിന് മണ്ഡലത്തിൻ്റെ ചുമതല നൽകിയിരുന്നു. നേരത്തെ തന്നെ M സ്വരാജ് നിലമ്പൂരിൽ പ്രവർത്തനങ്ങൾ വിലയിരുത്തി അവിടെ രംഗത്തുണ്ട്. മാത്രമല്ല ഇപ്പോൾ തന്നെ ഈ സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ വളരെ സജീവമായപ്പോഴും M സ്വരാജിൻ്റെ പേരും ഉയർന്നു കേട്ടിരുന്നതാണ്. പക്ഷേ പലവട്ടം CPM പരീക്ഷിച്ചതുപോലെ സ്വതന്ത്രരെ നിർത്തി മണ്ഡലം നിലനിർത്താൻ കഴിയുമോ എന്ന ആലോചനയും CPM നേതാക്കളിൽ വളരെ സജീവമായി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെ നടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വതന്ത്രരെക്കാൾ CPM നേതാക്കൾ തന്നെ മത്സരരംഗത്തിറങ്ങുക, പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുക എന്നതിന് CPM നേതൃത്വം ഊന്നൽ കൊടുത്തു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് നിർണായകമായിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതേണ്ടത്. CPIM-ന്റെ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കട്ടെ, M സ്വരാജ് മത്സരിക്കട്ടെ. നേരത്തെ M സ്വരാജ് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ, എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുള്ളതാണ്. 2016 K ബാബുവിനെ പരാജയപ്പെടുത്തിയതാണ്. 2021 അദ്ദേഹം 1000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുകയും ചെയ്തു K ബാബുവിനോട് തന്നെ. അങ്ങനെയുള്ള M സ്വരാജ്, അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് രംഗം ഒരു പുത്തരിയല്ല. അത് വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്തായാലും കോഴിക്കോട് സർവകലാശാല യൂണിയന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തന്നെ തുടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് രംഗവുമായുള്ള അദ്ദേഹത്തിൻ്റെ പരിചയവും വിജയവുമൊക്കെ. പക്ഷേ പിന്നീട് 2021 തോൽവിക്ക് ശേഷം M സ്വരാജ് പാർലമെന്ററി രംഗത്തേക്കാൾ കൂടുതൽ സംഘടനാ രംഗത്തുള്ള ചുമതലയാണ് CPIM നൽകിയത്. ഇപ്പോൾ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ കൂടിയായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. അതിനിടെയാണ് ഈ നിലമ്പൂരിൽ, സ്വന്തം ജന്മസ്ഥലമായ നിലമ്പൂരിലെ പോത്തുകല്ലാണ് M സ്വരാജിൻ്റെ സ്വദേശം. അവിടേക്ക് പാർട്ടി ഇപ്പോൾ ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. നിലമ്പൂർ മണ്ഡലം
നിലനിർത്തുക എന്ന ദൗത്യമാണ് എം സ്വരാജിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. CPIM പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടുകൂടി അല്പസമയം മുമ്പ് നമ്മൾ കണ്ടതാണ്, അവിടെ സ്ഥാനാർത്ഥിയാവും എന്ന് പറഞ്ഞു കേട്ടിരുന്ന വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷറോണ റോയിയും അതോടൊപ്പം തന്നെ DYFIയുടെ ജില്ലാ പ്രസിഡന്റ് P ഷമീറുമൊക്കെ വലിയ ആവേശത്തിൽ തന്നെയാണ് എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടുകൂടി. അങ്ങനെ CPIMന്റെ സംഘടനാ സംവിധാനം അവിടെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷേ UDFന്റെ ഒരു പരമ്പരാഗത മണ്ഡലം എന്ന അവസ്ഥ ആ മണ്ഡലത്തിനുണ്ട്. അത് ആ മണ്ഡലത്തിൽ UDFന്റെ ആ പരമ്പരാഗത മണ്ഡലം എന്ന ആ ഒരു സ്ഥിതി അട്ടിമറിക്കുന്നതിന് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിലെ തന്നെ അടിയൊഴുക്കുകളാണ് PV അൻവറിന്റെ വിജയത്തിന് വഴിയൊരുക്കിയത് എന്ന് വാദിക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ള മണ്ഡലത്തെ CPIM സ്ഥാനാർത്ഥി എം സ്വരാജിലൂടെ, അതും പാർട്ടി ചിഹ്നത്തിലൂടെ LDF പക്ഷത്തേക്ക് കൊണ്ടുവരുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. വിജയകുമാർ. യെസ്, വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അങ്ങേയറ്റം നിർണായക രാഷ്ട്രീയ പോരാട്ടത്തിനാണ് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ നിലമ്പൂരിൽ കളമൊരുങ്ങുന്നത്. സ്വരാജിന് കെട്ടിവെക്കാനുള്ള പണം കേരള കർഷക സംഘം ഇതിനിടയിൽ കൈമാറുകയും ചെയ്തു. UDF ക്യാമ്പിലും നിർണായക നീക്കങ്ങൾ, നാടകീയ നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചാഞ്ചാട്ട നിലപാടുകൾക്കൊടുവിൽ UDFന് മുന്നിൽ PV അൻവർ വഴങ്ങുന്നു എന്ന സൂചനയാണ് ഒടുവിൽ വരുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി ചർച്ചയ്ക്ക് അദ്ദേഹം സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ കാത്തിരിക്കാനാണ് UDF നേതൃത്വം അൻവറിനെ അറിയിച്ചിരിക്കുന്നത്. ഇത് അംഗീകരിച്ച അൻവർ ഇന്ന് രാവിലെ നടത്താനിരുന്ന വാർത്താ സമ്മേളനം പൊടുന്നനെ റദ്ദാക്കുകയും ചെയ്തു. UDFും PV അൻവറും വഴിപിരിഞ്ഞു എന്ന ക്ലൈമാക്സിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനമെടുത്താണ് ഇന്നലെ തൃണമൂൽ കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് പിരിഞ്ഞത്. ഇനി ഒരു രഹസ്യ ചർച്ചയ്ക്കുമില്ലെന്ന് PV അൻവർ വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഇന്നു പകൽ തീരുമാനം മാറ്റി. 9 മണിക്ക് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം അൻവർ റദ്ദാക്കി. ഈ പകൽ കൂടി കാത്തിരിക്കാൻ UDF നേതൃത്വം ആവശ്യപ്പെട്ടത് അംഗീകരിക്കുന്നുവെന്ന് പ്രതികരണം. വളരെ ഉത്തരവാദിത്തപ്പെട്ട UDFന്റെ നേതാക്കളും സമൂഹത്തിലെ പ്രധാനപ്പെട്ട ചില സാമുദായിക നേതാക്കളും ചില സാമൂഹിക നേതാക്കളും വിളിച്ചിട്ട് ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. TMCയുടെ UDF പ്രവേശന വിഷയത്തിൽ അൻവർ കുറ്റപ്പെടുത്തുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടു. ഒപ്പം പ്രധാന സാമുദായിക നേതാക്കളും സംസാരിച്ചു. അൻവർ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുക. തൊട്ടടുത്ത നിമിഷത്തിൽ UDF ഘടകകക്ഷി പ്രഖ്യാപനമെന്ന നിലയ്ക്കാണ് തകൃതിയായ ചർച്ചകൾ. PV അൻവറിനെ നോവിക്കാതെയുള്ള പ്രസ്താവനകളായിരുന്നു ഇന്ന് UDF നേതാക്കളിൽ നിന്നുണ്ടായത്. തിരുത്താൻ തയ്യാറായി വരുന്നു എങ്കിൽ വൈകിട്ട് 7 മണിക്ക് മുമ്പ് കാര്യങ്ങളിലേക്ക് വരുന്നുവെങ്കിൽ ഞങ്ങൾ വീണ്ടും സ്വീകരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അൻവർ പിണറായി ഗവൺമെന്റിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ മുൻനിരയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, അതിൻ്റെ 7 മണി വരെ സമയമുണ്ടല്ലോ, അതിനിടയ്ക്ക് അദ്ദേഹം തിരുത്തിയാൽ മതിയല്ലോ. ഇരു കൂട്ടരുടെയും അഭിമാനത്തിന് ക്ഷതമേൽക്കാതെയുള്ള പ്രശ്നപരിഹാരത്തിനാണ് ശ്രമം. ഇന്നു വൈകിട്ട് 7 മണിക്കാണ് UDF നേതൃയോഗം. അതിനുള്ളിൽ തീരുമാനമറിയാം. ടീം 24 നിലമ്പൂർ. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ മഴ കുറയാനും സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന കാലാവസ്ഥാ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മേഘന മുരളി വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, ഏറ്റവും ഒടുവിൽ വന്ന കാലാവസ്ഥാ റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? എത്ര ദിവസം കൂടി ഈ മഴ തുടരും? ഇന്ന് എത്ര ജാഗ്രത പാലിക്കണം സംസ്ഥാനം? വിജയകുമാർ, അതിൽ പ്രധാനമായും ഇന്ന് 8 ജില്ലകളിലാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. രാവിലെ വന്ന മഴ മുന്നറിയിപ്പിൽ 3 ജില്ലകൾക്ക് മാത്രമായിരുന്നു മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയും ഉണ്ടായിരുന്നത്. എന്നാൽ അത് പുതുക്കി ഇപ്പോൾ 8 ജില്ലകൾക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഈ ജില്ലകളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണം, അതിതീവ്ര മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. അതിലിപ്പോൾ സംസ്ഥാനത്തുടനീളം മലയോര ഗ്രാമപ്രദേശങ്ങളിലടക്കം വലിയ ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലടക്കം മലയോര മേഖലയിലും തീരദേശ മേഖലയിലും നഗരപ്രദേശത്തുമൊക്കെ മഴ പെയ്യുകയും കനത്ത നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അത് ഇന്ന് രാത്രിയോടുകൂടി മഴ കനക്കും കുറച്ചുകൂടി എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതിന് ഈ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും പടിഞ്ഞാറൻ കാറ്റും കാരണമാവുകയും ചെയ്യും. എന്നാൽ നാളെ തൊട്ട്, അതായത് നാളെ മുതൽ ഒരു മഴ പെയ്യുന്നതിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകുമെന്നും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ
കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. നാളെ എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് മാത്രമാണുള്ളത്. അതായത് ഈ അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മഴ കുറയും. നാളെ മുതൽ അടുത്ത 3 ദിവസത്തേക്ക് മഴ കുറയുമെന്നും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് മഴയുടെ ശക്തി 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് മഴയുടെ ശക്തി അതുപോലെ തന്നെ തുടരും. അതുപോലെ തന്നെ ഈ മത്സ്യബന്ധനത്തിനടക്കം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 2-ാം തീയതി വരെ ജൂൺ 2 വരെ വിലക്കുണ്ട്. അതുപോലെ തന്നെ പല ജില്ലകളിലെയും നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പുണ്ട്. അങ്ങനെ മഴ ശക്തിയായി തുടരുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ഈ അപകടം, അതായത് കാറ്റടക്കം വീശിയാണ് പലയിടത്തും വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നത്. വലിയ മണിക്കൂറിൽ 50-55 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം. അപകട മേഖലകളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കണമെന്നുള്ളതാണ് ഇപ്പോൾ അധികൃതർ നൽകുന്ന നിർദ്ദേശം. അതുപോലെ തന്നെ ഇപ്പോൾ 8 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളത്തോടെ മഴ കുറയാനും സാധ്യതയുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന കാലാവസ്ഥാ റിപ്പോർട്ടുകൾ അനുസരിച്ച് 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളെയോടെ മഴയുടെ ശക്തി കുറയും എന്ന വിവരം കൂടിയുണ്ട്. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം സംസ്ഥാനത്ത് അതിശക്തമായ കാറ്റും മഴയും ഇന്ന് തുടരുകയാണ്. പല ജില്ലകളിലും കനത്ത മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. മഴക്കെടുതിയിൽ ഇന്ന് 3 പേരാണ് മരിച്ചത്. കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുവരെ പ്രളയ സാധ്യത ഇല്ല എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചത്. നേരത്തെ എത്തിയ പെരുമഴയിൽ വിറങ്ങലിച്ചു കേരളം. ജൂൺ എത്തും മുൻപേ സംസ്ഥാനമാകെ കാലവർഷം അതിശക്തം. 5 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ജൂൺ 6 മുതൽ മഴയുടെ അളവ് കുറയും. മഴയ്ക്കൊപ്പമുള്ള കാറ്റിലാണ് വ്യാപക നാശം. പഞ്ചായത്തി രാജ് ആക്ടിന്റെ സെക്ഷൻ 238 പ്രകാരം അപകടകരമായിട്ടുള്ള മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള പഞ്ചായത്ത് സെക്രട്ടറിയുടെ അധികാരം പൂർണ്ണമായിട്ടും ഈ ഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തിയേ മതിയാകും. മഴയിൽ വെള്ളം കൂടും എന്ന് പറഞ്ഞല്ലാതെ പ്രളയ സാധ്യത എന്ന വിധത്തിലുള്ള ഒരു പ്രഖ്യാപനമോ ആ വിധത്തിലുള്ള പ്രവചനമോ ഇതുവരെ വന്നു. വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി ആന്റണി മരിച്ചു. എറണാകുളം തിരുമാറാടിയിൽ മരം വീണ് വയോധികയ്ക്ക് ദാരുണാന്ത്യമുണ്ടായി. വാളിയപ്പാട തന്നക്കുട്ടി ചാക്കോയാണ് മരിച്ചത്. എറണാകുളം വടക്കേക്കരയിൽ ഇന്നലെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് കോൺക്രീറ്റ് കട്ട വീണ് പരുക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. ആര്യ ശ്യാമോനാണ് മരിച്ചത്. ഇന്നലെയും ഇന്നുമായി 7 വീടുകൾ പൂർണ്ണമായി തകർന്നു. 181 വീടുകൾ ഭാഗികമായും തകർന്നുവെന്നാണ് കണക്ക്. 1894 പേരെയാണ് 66 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി മാറ്റിപ്പാർപ്പിച്ചത്. ഇതുവരെ പ്രളയ സാധ്യത പ്രവചിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. ഡാമുകളിൽ വെള്ളം നിർത്തരുതെന്നും എന്നാൽ രാത്രി വെള്ളം തുറന്നു വിടരുത് എന്നുമാണ് നിർദ്ദേശം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കനത്ത മഴയിൽ വൈദ്യുതി മുടങ്ങിയതോടെ കൊല്ലം കുണ്ടറയിൽ താലൂക്ക് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയ തടസ്സപ്പെട്ടു. ഇതോടെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരെ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ജനറേറ്റർ തകരാറിലാണെന്നും ഡീസൽ വാങ്ങാൻ പണം ഇല്ല എന്നുമാണ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. ഇന്നലെയാണ് പ്രസവത്തിനായി 2 ഗർഭിണികളെ കൊല്ലം കുണ്ട്ര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. മഴ പെയ്തതോടെ ആശുപത്രിയിലെ വൈദ്യുതി തകരാറിലായി. ഇന്നലെ മുതലേ കറണ്ട് സത്യത്തിൽ മഴ പെയ്യുമ്പോൾ ഇടയ്ക്ക് കറണ്ട് വരും, കറണ്ട് പോകും. ഇടയ്ക്ക് ജനറേറ്റർ പ്രവർത്തിക്കുന്ന സൗണ്ട് നമ്മൾ കേട്ടു. പിന്നെ രാവിലെ ഇന്നലെ രാത്രിയിൽ മുഴുവൻ കറണ്ടില്ലായിരുന്നു. ആദ്യം ചോദിച്ചപ്പോൾ പുള്ളിക്കാരെ സമ്മതിച്ചില്ല. ഞാൻ ചോദിച്ചു തകരാറാന്ന് തോന്നി. ജനറേറ്റർ തകരാറാന്ന് പറഞ്ഞു. ഇന്ന് പുലർച്ചെ ഇരുവരെയും ലേബർ റൂമിലേക്ക് മാറ്റി. തുടർന്ന് വേദന ഉണ്ടാകാനുള്ള മരുന്നും ആശുപത്രിയിൽ നിന്ന് നൽകി. അവിടെ കൊണ്ടുവന്ന് ആക്കിയപ്പോൾ ഇന്നലെ തൊട്ട് കറണ്ടില്ലാത്തത് കൊണ്ട് അവർക്ക് പറയാമായിരുന്നു. പക്ഷെ 4 മണിക്ക് പെയിനുള്ള മരുന്ന് കൊടുത്തു, 6 മണിക്ക് പെയിനുള്ള മരുന്ന് കൊടുത്തു. അന്നേരം ഈ കറണ്ടില്ല എന്ന് പറയുന്ന സമയത്ത് 4 മണിക്കും 6 മണിക്കും ഈ പെയിനുള്ള മരുന്ന് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? രോഗികളെ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയാണെന്നും ആശുപത്രിയിൽ വൈദ്യുതിയില്ലെന്നും സൂപ്രണ്ട് ബാബുലാൽ രോഗികളുടെ ബന്ധുക്കളോട് പറഞ്ഞു. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനുള്ള ഡീസൽ വാങ്ങാനുള്ള പണമില്ലെന്ന് സൂപ്രണ്ട് പറഞ്ഞതായും ബന്ധുക്കൾ 24നോട് പറഞ്ഞു. അവിടെ ഡീസൽ ഇല്ല, ജനറേറ്റർ കംപ്ലൈന്റ് ആണ്, അതിന് ഡീസൽ ഇല്ല. അവിടെ ഇരിക്കുന്ന ഞങ്ങൾ ഇരിക്കുന്ന അത്രയും പേരോട് 500 രൂപ ചോദിച്ചാൽ ഞങ്ങൾ കൊടുത്തേനല്ലോ. കൊടുക്കത്തില്ലേ? ഞങ്ങളുടെ മക്കളുടെ ജീവനല്ലേ ഞങ്ങൾ നോക്കുന്നത്. അവർക്ക് ആ ഡീസലിന്റെ ഇന്നത്തെ പൈസ ഞങ്ങൾ കൊടുത്തേനല്ലോ. അവരെന്താണ് അങ്ങനെ പറഞ്ഞേ? ജനറേറ്റർ തകരാറിലാണെന്നും ഡീസൽ വാങ്ങാൻ പണമില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് 24നോട് സമ്മതിച്ചു. കണ്ടോടക്കല്ല, നമുക്ക് ജനറേറ്റർ പാരലൽ സംവിധാനം ഇല്ലേ സാറേ? ജനറേറ്റർ ഉണ്ട്, അത് കേടായി കിടക്കുക ഇപ്പം. അപ്പൊ അല്ല, രോഗികളോട് പറഞ്ഞു ജനറേറ്ററിനകത്ത് മേടിക്കാൻ പൈസ ഇല്ലെന്ന്. അത് ഡീസലിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം നിലവില് ജനറേറ്റർ വർക്ക് ചെയ്യുന്നില്ല. ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയ രോഗികളെ പ്രസവത്തിനായി ലേബർ റൂമിലേക്ക് മാറ്റി. 24 കൊല്ലം.
ശക്തമായ കാറ്റിലും മഴയിലും KSEBക്ക് 121 കോടി രൂപയുടെ നാശനഷ്ടം. വൈദ്യുതി മുടക്കം 50 ലക്ഷത്തിലധികം ഉപഭോക്താക്കളെ ബാധിച്ചുവെന്നാണ് കണക്ക്. 2500 ഹൈടെൻഷൻ പോസ്റ്റുകൾ, 16,000-ലേറെ ലോ ടെൻഷൻ പോസ്റ്റുകൾ. ഇതിനു പുറമെ വൈദ്യുതി ലൈനുകൾ തകർന്ന കണക്ക് വേറെ. ഇതുവരെയുള്ള മഴക്കെടുതിയിൽ KSEBക്ക് ആകെ നഷ്ടം 121 കോടി രൂപ. കാറ്റും മഴയും തുടരുന്നതോടെ നഷ്ടക്കണക്കും ഉയരുകയാണ്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിലും കാലതാമസം നേരിടുന്നതായി പരാതിയുണ്ട്. പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത വിതരണ മേഖലയിൽ കൂടുതൽ ജീവനക്കാരെ താൽക്കാലികമായി KSEB നിയോഗിക്കും. അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റാൻ സ്ഥല ഉടമ അനുവദിക്കാത്ത സാഹചര്യത്തിൽ ജില്ലാ കളക്ടർമാർക്ക് ഇടപെടാനുള്ള അനുമതിയും സർക്കാർ നൽകി. ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് നടപടി. ഉടമയുടെ അനുമതി കൂടാതെ മരം മുറിച്ചുമാറ്റാം. 25 കൺട്രോൾ റൂമുകളും KSEB പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ഡാമുകളിൽ ആശങ്ക വേണ്ടെന്ന് വൈദ്യുതി മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ജലനിരപ്പ് നിയന്ത്രിക്കാൻ സംവിധാനവും ഏർപ്പെടുത്തി. 24 തിരുവനന്തപുരം. റെഡ് അലർട്ടുള്ള ഇടുക്കിയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. പലയിടങ്ങളിലും മരം കടപുഴകി വീണ് നാശനഷ്ടമുണ്ടായി. ജലനിരപ്പ് ഉയർന്നതോടെ ജില്ലയിലെ 4 അണക്കെട്ടുകളാണ് തുറന്നിരിക്കുന്നത്. മഴയ്ക്കൊപ്പമുള്ള കനത്ത കാറ്റാണ് ഇടുക്കിയിൽ ഇപ്പോൾ വിനാശകാരിയാകുന്നത്. അടിമാലി കല്ലാറിലും ചേലച്ചുവട് കട്ടിങ്ങിലും വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. കല്ലാറിൽ വീടിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന 2 വാഹനങ്ങളും തകർന്നു. കൊന്നത്തടിയിൽ അങ്കണവാടിക്ക് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് മേൽക്കൂര തകർന്നു. മട്ടുക്കടയിൽ ഓട്ടോ ഗ്യാരേജിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. 2 വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. മയിലാടുംപാറയിൽ കനത്ത കാറ്റിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. വീട്ടിലുണ്ടായിരുന്ന 1 മാസം പ്രായമുള്ള കുട്ടിയുൾപ്പെടെ 3 പേർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. சவுண்டு கேட்டு ஆளுங்க எல்லாம் ஓடி வந்தாங்க. பக்கத்தில் இருக்கிற ஆளுங்க எல்லாரும் ஓடி வந்துட்டு பின்ன பிள்ளைக்கு சுவாசம் விட முடியல, நல்லா மூச்சு திணறதாயிடுச்சு. பின்ன தட்டி கொடுத்த போது தான் சுவாசமே வந்துச்சு. பைப் மேலேயும் நல்லா சீட்டு விழுந்துருக்கு கேட்டோம். மொத்தம் வீடு மொத்தம் எல்லாம் எல்லா பொருளும் எல்லாமே നനഞ്ഞിരുச்சு. പരമാവധി സംഭരണശേഷിയിലേക്ക് ജലനിരപ്പ് ഉയർന്നതോടെ ഇടുക്കിയിലെ 4 അണക്കെട്ടുകൾ തുറന്നു. മലങ്കര, കല്ലാർകുട്ടി, പാമ്പള, പൊന്മുടി ഡാമുകളാണ് തുറന്നിരിക്കുന്നത്. മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ മലങ്കര ഡാമിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചു. മുല്ലപ്പെരിയാർ, ഇടുക്കി അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയർന്നു. ജില്ലയിൽ 12 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 195 പേരെ മാറ്റിപ്പാർപ്പിച്ചു. 24 ഇടുക്കി. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴ തുറവൂരിൽ വീടിന് മുകളിൽ മരം വീണ് ഗർഭിണിക്ക് പരിക്കേറ്റു. പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകും. ആലപ്പുഴയിൽ നിന്ന് മനീഷ്, ഗുരുതര പരിക്കാണോ? ഏത് ആശുപത്രിയിലേക്കാണ് അവരെ മാറ്റിയിരിക്കുന്നത്? എന്താണ് പുതിയ വിവരങ്ങൾ? നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് വിജയകുമാർ, ഗുരുതരമായ പരിക്കൽ. ഇന്ന് രാവിലെ 5:30 ഈ അപകടം ഉണ്ടാകുന്നത്. തുറവൂരിൽ കോടന്തുരുത്ത് പഞ്ചായത്ത് 8ാം വാർഡിലാണ്. ചള്ളിയിൽ ബാബുവിന്റെ വീടിന്റെ മുകളിലേക്കാണ്, വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടായിരുന്ന വലിയ മരമാണ്. അത് ഈ കാറ്റത്ത് കടപുഴകി ഈ വീടിന്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു. വീടിന്റെ മുകളിൽ ഷീറ്റ് വിരിച്ച മേൽക്കൂരയുള്ള വീടാണ്. ആ ഷീറ്റ് മുഴുവനായി പൊട്ടി. പ്രത്യേകിച്ചും കിടപ്പുമുറിയുടെ ഭാഗത്തെ കോൺക്രീറ്റ് അടക്കം താഴെ വീണു. അവിടെയായിരുന്നു ഈ ബാബുവിന്റെ മകൾ നിംജി ഉണ്ടായിരുന്നു. നിംജി 4 മാസം ഗർഭിണിയാണ്. നിംജിയുടെ ദേഹത്തേക്ക് കോൺക്രീറ്റ് പാളികൾ ദേഹത്തേക്ക് വീണു. ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതുകൊണ്ട് തന്നെ വലിയ പരിക്ക് ഗുരുതരമല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സമയത്ത് ബാബുവും ഭാര്യ മോളിയും മകൾ നിംജിയും ആയിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴയും കാറ്റുമാണ് ജില്ലയിലെമ്പാടുമുള്ളത്. ഈ പ്രദേശത്ത് വലിയ രീതിയിൽ രാത്രി കാറ്റ് വീശിയിരുന്നു. രാവിലെ ശരി മനീഷ്, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം അതൊരു വലിയ അപകടമാണ്. പക്ഷേ കാര്യമായി പരിക്കില്ല എന്നൊരു ആശ്വാസമുണ്ട്. ഇപ്പോൾ UDF കൺവീനർ അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണമായിരിക്കും ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ എം സ്വരാജ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും CPM-ന്റെ ഒരു മുതിർന്ന നേതാവ് തന്നെയാണല്ലോ. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് നിലമ്പൂര് മാറിയെന്ന് പറയാൻ കഴിയും, തന്നെയല്ലേ? അല്ല, പൊളിറ്റിക്കൽ ഫൈറ്റ് വരട്ടെ, നല്ല കാര്യമാണ്. ആ പൊളിറ്റിക്കൽ ഫൈറ്റ് വരുമ്പോഴാണ് ഓരോ മേഖലകളിലും എങ്ങനെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതിന് അവസരം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. അതുണ്ടാകുമെന്ന് തന്നെ കരുതുന്നു. PV അൻവർ എന്നുള്ള ഫാക്ടർ നിൽക്കുന്നുണ്ട് എപ്പോഴും. അപ്പോൾ PV അൻവറിനെ കൂടാതെ UDF-ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണല്ലോ. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാവിലെ തന്നെ അതിന് മറുപടി പറഞ്ഞിരുന്നു. ഇന്ന് അദ്ദേഹം ചില ചിന്താഗതികൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും പറയുന്നു, ഇനിയും അദ്ദേഹത്തിന് സമയമുണ്ട്. ആ സമയം
വിനിയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുനർചിന്തനം ഉണ്ടാകണം എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസാന നിമിഷത്തിലും സൂചിപ്പിക്കാനുള്ളത്. പിന്നെ കരുത്തനായ സ്ഥാനാർത്ഥിയായിട്ടാണ് സ്വരാജിനെ പറയുന്നത് CPM വൃത്തങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയാണോ UDF-ന് തോന്നുന്നത്? കരുത്തനാണോ? അല്ല, എല്ലാവരും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏത് രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോഴും ആ സ്ഥാനാർത്ഥികളെ ആരാണെങ്കിലും അവർ കരുത്തൻ തന്നെയായിരിക്കും. അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ നീക്കങ്ങളുമാണ് തെരഞ്ഞെടുപ്പിൽ വിജയപരാജയങ്ങൾ ഉണ്ടാക്കാൻ വഴിയൊരുക്കുന്നത്. അതിന് വഴി ഞങ്ങളും ഉണ്ടാക്കും. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായും ഇടതുപക്ഷ മുന്നണിയുടെ തെറ്റായ നയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ നേതൃത്വം കൊടുക്കും. ഒന്നൊന്നായി ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ട ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും. അത് ഓൾറെഡി ഞങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ എല്ലാ പഞ്ചായത്ത് UDF കൺവീനർ അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നിലമ്പൂർ വിഷയത്തിലെ ഏറ്റവും പുതിയ പ്രതികരണങ്ങളാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. നമ്മൾ വീണ്ടും മറ്റു റിപ്പോർട്ടുകളിലേക്ക്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്ന് മീൻപിടുത്തത്തിന് പോയി കാണാതായ ആൾക്കായി തെരച്ചിൽ തുടരുകയാണ്. മേഖലയിൽ ശക്തമായ കടൽക്ഷോഭമുണ്ട്. 10 വള്ളങ്ങളാണ് തീരത്ത് നിന്ന് ഇന്നലെ മത്സ്യബന്ധനത്തിന് പോയത്. 2 വള്ളങ്ങൾ കൂടി തിരിച്ചെത്താനുണ്ട് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചത്. പ്രതികരണങ്ങൾ ആദ്യം. ഇത് ഇന്നലെ 2 മണിക്ക് പണിക്ക് പോയാണ് വൈകുന്നേരം. അപ്പോൾ അവർ വലയൊക്കെ വലിച്ചിട്ട് ഓടി വരുന്ന സമയത്ത് ഒഴുക്കിൽ ഈ തടിയുടെ കഷ്ണം വള്ളത്തെ അടിച്ച് വള്ളം പൊട്ടിപ്പോയതാണ്. അപ്പോൾ അവർ ഇങ്ങനെ വെള്ളം കോരി കോരി കിടന്ന് ഇപ്പോൾ ഇവിടെ റേഞ്ച് വന്നപ്പോൾ ഫോൺ വിളിച്ച് ഇവിടെ നമ്മൾ 2 വള്ളം പോയി അവരെ സുരക്ഷിതമായിട്ട് കരയ്ക്ക് എത്തിച്ചിട്ട്. ഇവിടുന്ന് വള്ളം ഇവിടുത്തെ നാട്ടിലുള്ള വള്ളം കുറവായിട്ടേ പണിക്കുള്ളൂ. ഏകദേശം ഒരു 10-20 വള്ളത്തിനകത്തേ പോകത്തുള്ളൂ. പുറത്തുള്ള ആൾക്കാർ ശരിക്കും പണിക്ക് പോയി. അപ്പോൾ പുറത്തുള്ള ഇപ്പം നമുക്ക് അറിയപ്പെടുന്നത് ഇവിടുത്തെ വള്ളം 3 വള്ളം വരാനുണ്ട്. അതിൽ 1 വള്ളം ഇപ്പം കയറി. ഇനിയിപ്പോൾ 2 വള്ളം നമുക്ക് വരാനുണ്ട്. ബാക്കി പുറത്തുനിന്ന് പോയവരുടെ കണക്ക് നമുക്ക് വരുന്നില്ല. വിഴിഞ്ഞത്ത് നിന്ന് MG പ്രതീഷ് വിവരങ്ങൾ നൽകും. പ്രതീഷ്, എത്ര ആളുകൾ, എത്ര വള്ളങ്ങൾ ഇപ്പോഴും തിരികെ വരാനുണ്ട് എന്നതിൻ്റെ ഒരു കൃത്യമായ കണക്കുണ്ടോ? വിഴിഞ്ഞത്ത് നിൽക്കുമ്പോൾ കടലിൽ വലിയ കാറ്റായിരുന്നു എന്ന് രാവിലെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് നമ്മൾ കേട്ടു. എന്താണ് അവിടെ നിന്നുള്ള മറ്റു വിവരങ്ങൾ? വിജയകുമാർ, വിഴിഞ്ഞം തീരത്തെ സംബന്ധിച്ച് പ്രതികൂല കാലാവസ്ഥയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എത്ര മത്സ്യബന്ധന യാനങ്ങൾ കടലിൽ പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ കൃത്യമായൊരു കണക്കിനിയും പുറത്തു വന്നിട്ടില്ല. 10ലേറെ വള്ളങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടി വിഴിഞ്ഞം തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയി എന്നാണ് മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചിരിക്കുന്നത്. അതിൽ ഇനി ഇവിടെയുള്ള പ്രാദേശിക യാനങ്ങൾ 2 എണ്ണം കൂടി തിരിച്ചു വരാനുണ്ട് എന്നതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അതിൽ ഒരെണ്ണമാണ് ഇന്ന് രാവിലെയോടുകൂടി അപകടത്തിൽപ്പെട്ടത്. അത് പുല്ലുവിള സ്വദേശികൾ 5 പേർ അടങ്ങുന്ന സംഘം പോയ വള്ളമാണ് മറിഞ്ഞത്. അതിൽ 3 പേർ നീന്തി രക്ഷപ്പെട്ടു. 2 പേരാണ് കടലിൽ അകപ്പെട്ടു പോയത്. അതിൽ പുല്ലുവിള സ്വദേശിയായ ആന്റണിയുടെ മൃതദേഹം രാവിലെയോടുകൂടി തന്നെ പൂവാർ തീരത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി തദയൂസ് എന്ന വ്യക്തിയെയാണ് കണ്ടെത്താനുള്ളത്. പക്ഷേ തിരച്ചിൽ നടത്താനുള്ളൊരു കാലാവസ്ഥയല്ല ഈ തീരമേഖലയിൽ ഉള്ളത് എന്നതാണ് കോസ്റ്റൽ പോലീസും ഈ കോസ്റ്റ് ഗാർഡും അറിയിച്ചിരിക്കുന്ന കാര്യം. പക്ഷേ കൃത്യമായൊരു മുന്നറിയിപ്പ് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്നുണ്ട്. ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കുള്ളൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് ഈ മത്സ്യബന്ധനത്തിന് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങരുതെന്ന നിർദ്ദേശം ഈ കോസ്റ്റ് ഗാർഡും തീരദേശ പോലീസും അടക്കം ആവർത്തിച്ച് നൽകുന്നുണ്ട്. പക്ഷേ ചില മത്സ്യത്തൊഴിലാളികളെങ്കിലും ഈ കടലിൽ പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഓറഞ്ച് അലർട്ട് ആണെങ്കിലും അല്പസമയം മുമ്പ് ഈ 3 മണിക്കൂർ സമയത്തേക്ക് റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിതീവ്ര മഴയ്ക്കുള്ള ഒരു സാധ്യത തിരുവനന്തപുരം ജില്ലയിലുണ്ട്. തീരദേശ മേഖലയിലുള്ളവർ പ്രത്യേക ജാഗ്രത അതുകൊണ്ട് തന്നെ പാലിക്കണമെന്ന നിർദ്ദേശമാണ് പ്രധാനമായും നൽകിയിട്ടുള്ളത്. ഈ തിരുവനന്തപുരത്തിന്റെ വിവിധ തീരദേശ മേഖലകളിൽ കടൽ അത്രത്തോളം പ്രക്ഷുബ്ധമായി തന്നെ തുടരുകയാണ്. തീരത്തേക്ക് കടൽ തിരമാലകളൊക്കെ തന്നെ ആഞ്ഞടിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ജാഗ്രത എന്തായാലും മത്സ്യത്തൊഴിലാളികൾ പാലിക്കേണ്ടതുണ്ട്. ഈ നിലവിൽ മറ്റ് അപകടങ്ങളൊന്നും തന്നെ വിഴിഞ്ഞത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന ഒരു അപകടമാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ മറ്റൊരു വള്ളം തടിയിൽ തട്ടി വള്ളത്തിന് കേടുപാട് സംഭവിക്കുകയും വള്ളത്തിലേക്ക് ഈ വെള്ളം കയറുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഏറെ നേരം മത്സ്യത്തൊഴിലാളികൾ കടലിൽ തുടർന്നു. പിന്നീട് റേഞ്ച് ഉള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ മറ്റ് മത്സ്യത്തൊഴിലാളികളെ ബന്ധപ്പെടുകയും ഇവിടെ നിന്ന് 2 വള്ളങ്ങൾ ഈ ഉൾക്കടലിലേക്ക് പോയി അവരെ തിരികെ കൂട്ടിക്കൊണ്ടുവരികയുമായിരുന്നു. ഇനി ഈ ഫിഷറീസ് വകുപ്പ് ഉൾപ്പെടെ ഈ പോയ മത്സ്യത്തൊഴിലാളികളുടെ കണക്കുകളൊക്കെ തന്നെ ശേഖരിക്കുന്നുണ്ട്. വൈകാതെ തന്നെ ആ 2 വള്ളങ്ങൾ കൂടി തിരിച്ചെത്തുമെന്നതാണ് മത്സ്യത്തൊഴിലാളികളും പറയുന്ന കാര്യം. വിജയകുമാർ, ശരി, 2 വള്ളങ്ങൾ കൂടി തിരികെ എത്താനുണ്ട് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പുറത്തു നിന്നുള്ള വള്ളങ്ങൾ പോയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എത്ര എണ്ണം എന്നത് സംബന്ധിച്ചൊരു കണക്കില്ല.
ഒരുപക്ഷെ അല്പസമയത്തിനകം സർക്കാർ ഔദ്യോഗികമായി ഫിഷറീസ് വകുപ്പിന് എന്തെങ്കിലും കണക്കുകൾ ഇക്കാര്യത്തിൽ നൽകാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം. MG പ്രതീക്ഷയാണ് വിഴിഞ്ഞത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VC ഡോക്ടർ സിസ തോമസിന്റെ ഹർജിയിൽ സർക്കാരിന് തിരിച്ചടി. പെൻഷൻ ഉൾപ്പെടെ 2 ആഴ്ചക്കകം എല്ലാ വിരമിക്കൽ ആനുകൂല്യവും നൽകണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ വിരമിച്ച ജീവനക്കാരുടെ ആനുകൂല്യം തടയുന്നത് ശരിയല്ല എന്ന് നിരീക്ഷിച്ചാണ് കോടതിയുടെ ഈ നടപടി. വിരമിക്കൽ ആനുകൂല്യം 2 വർഷത്തിലധികം കാലം തടഞ്ഞു വെക്കുന്നത് നീതീകരിക്കാനാവില്ല എന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപായി മാതൃസ്ഥാപനത്തെയും വകുപ്പിനെയും സിസ തോമസ് അറിയിച്ചില്ല എന്നായിരുന്നു സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ മറുപടി. മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവയെ പിടികൂടാൻ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. പുലിയെ അടുത്തെവിടെയും തുറന്നു വിടരുത് എന്ന് സ്ഥലം MLA AP അനിൽകുമാർ ആവശ്യപ്പെട്ടു. അതേസമയം നരഭോജി കടുവയെ പിടികൂടാൻ കഴിയാത്ത നടപടിയിൽ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. രാവിലെ കടുവക്കായി തിരച്ചിലിനെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് പുലി കൂട്ടിലകപ്പെട്ടത് കണ്ടത്. കടുവയ്ക്ക് വേണ്ടി 3ാമതായി സ്ഥാപിച്ച കൂട്ടിലാണ് പുലി അകപ്പെട്ടത്. കഴിഞ്ഞ ദിവസം പൂക്കോട്ടുംപാടം കവളമുക്കട്ടയിൽ വളർത്തു നായ്ക്കളെ കടിച്ചു കൊന്ന പുലിയാണ് ഇപ്പോൾ കൂട്ടിലായത് എന്നാണ് പ്രാഥമിക നിഗമനം. പുലിയെ എവിടെ തുറന്നുവിടുമെന്ന് അറിയണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വനം വകുപ്പിന്റെ വാഹനം തടഞ്ഞു. കടുവക്ക് വെച്ച കെണിയിൽ പുലിയാണ് കുടുങ്ങിയിട്ടുള്ളതെങ്കിലും ഇത് ഇവിടുന്ന് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരെ നമുക്കൊരു തീരുമാനം തരേണ്ടതുണ്ട്. ഇത് ഇവിടുന്ന് പുലിയെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, എന്താണ് ചെയ്യാന്നുള്ളൊരു വിവരം നാട്ടുകാർക്ക് അറിയേണ്ടതുണ്ട്. അത് തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ അഭിപ്രായം. പുലിയെ സമീപത്തെ കാട്ടിൽ കൊണ്ടുപോയി വിടാനാണ് ശ്രമമെന്നും ഇത് അനുവദിക്കില്ലെന്നും സ്ഥലം MLA AP അനിൽകുമാർ. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മഞ്ചേരിയിൽ നിന്ന് പിടിച്ച പുലിയെ നെടുങ്കയത്താണ് കൊണ്ടുവിട്ടത്. അപ്പോൾ ആ പുലിയാണോ ഇവിടെ വന്ന പുലിയെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം വനം വകുപ്പിന് ഇതൊക്കെ നന്നായിട്ട് അറിയുമ്പോഴും പിടിച്ച പുലിയെ വീണ്ടും തൊട്ടടുത്തുള്ള കാടുകളിൽ കൊണ്ടുവിടാനുള്ള തീരുമാനം വനം വകുപ്പ് ഉപേക്ഷിക്കണം. കഴിഞ്ഞ 15-നാണ് കാളിക്കാവ് അടക്കാക്കുണ്ട് പാറശ്ശേരിയിൽ ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കടുവ ആക്രമിച്ചു കൊന്നത്. കടുവയെ പിടികൂടാൻ കഴിയാത്തതിൽ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ്. 24 മലപ്പുറം. മണിക്കൂറുകൾ തുടർച്ചയായി പെയ്ത മഴയിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും നിരവധി വീടുകൾ തകർന്നു. പത്തനംതിട്ടയിൽ വിവിധ നദികളിൽ ജലനിരപ്പ് ഉയർന്നു. പലയിടത്തും മരം വീണും വലിയ നാശനഷ്ടങ്ങളുണ്ടായി. തിരുവനന്തപുരത്ത് കനത്ത മഴയിൽ ചെമ്പഴന്തി, കഴക്കൂട്ടം, നെടുമങ്ങാട്, കിളിമാനൂർ തുടങ്ങിയിടങ്ങളിലായി 6ഓളം വീടുകളാണ് തകർന്നത്. കേശവദാസപുരത്ത് അപകടാവസ്ഥയിലായ ഫ്ലക്സ് ബോർഡിന്റെ കൂറ്റൻ കമാനം മുറിച്ചുമാറ്റുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ മണിക്കൂറുകളായി വൈദ്യുത ബന്ധവും താറുമാറായി. മരവും വൈദ്യുത തൂണുകളും ഒടിഞ്ഞു വീണ് ട്രെയിൻ ഗതാഗതവും സ്തംഭിച്ചു. അഗ്നിരക്ഷാസേനയുടെ തിരുവനന്തപുരം നിലയത്തിൽ മാത്രം ഇന്നലെ 77 അപകടങ്ങളുണ്ടായെന്നാണ് കണക്ക്. കൊല്ലത്ത് ശക്തമായ കാറ്റിൽ വാഹനങ്ങൾക്ക് മുകളിൽ മരങ്ങൾ കടപുഴകി വീണു. 22 വീടുകൾ ഭാഗികമായി തകർന്നു എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണക്ക്. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഫയർഫോഴ്സോ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ എത്തുന്നില്ലെന്ന പരാതിയും ഉയർന്നു. പത്തനംതിട്ടയിലും ശക്തമായ മഴ തുടരുകയാണ്. പമ്പ, അച്ചൻകോവിലാർ, മണിമലയാർ എന്നീ നദികളിൽ ജലനിരപ്പ് ഉയർന്നു. വിവിധയിടങ്ങളിൽ മരങ്ങളും ഒടിഞ്ഞു വീണു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കനത്ത മഴയിൽ കണ്ണൂർ ജില്ലയിൽ വ്യാപക നാശനഷ്ടം. താവക്കരയിൽ വീടുകളിൽ വെള്ളം കയറി 30ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്നലെയും ഇന്നുമായി പെയ്ത മഴ താവക്കരയിലെ നിരവധി കുടുംബങ്ങളെ ദുരിതത്തിലാഴ്ത്തി. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 30ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ചില ആളുകൾ മാറാൻ തയ്യാറല്ല, അവരവരെ വീട് വിട്ട് പോകാൻ തയ്യാറല്ല. എന്നാലും പരമാവധി അവരെ കൗൺസിൽ ചെയ്ത് പറഞ്ഞു മാറ്റി അവരെ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. 10-20 കുടുംബങ്ങളുണ്ട്. എല്ലാവരും അവിടെ മേലെ താമസിച്ച് നിൽക്കുകയാണ്. വേറെ വരേക്ക് പോകാൻ വഴിയില്ല. ഇന്നലെ രാത്രി ഫുള്ള് സാധനമെല്ലാം എല്ലാവർക്കായി, ഫുൾ ഫർണിച്ചറെല്ലാം പോയി വെള്ളത്തിലാണ്. 9 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് മാറ്റിയത്. മറ്റുള്ളവർ ബന്ധുവീടുകളിലേക്ക് മാറി. പുഴാതിയിലും വീടുകളിലേക്ക് വെള്ളം കയറി 2 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കക്കാട് പുഴ കരകവിഞ്ഞ് റോഡുകളിൽ വെള്ളം കയറി. ചെറുപുഴ, തിരുമേനി, കാര്യങ്കോട് പുഴകൾ കരകവിഞ്ഞ് വ്യാപക കൃഷിനാശമുണ്ടായി. കനത്ത മഴയിൽ കണ്ണൂർ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ വെള്ളം കയറി. വളവട്ടണത്ത് മണ്ണിടിഞ്ഞ് വീടിന്റെ ഭിത്തി തകർന്നു. പി രതീഷിന്റെ വീടിനാണ് കേടുപാടുണ്ടായത്. ജില്ലയിലെ മിക്ക പുഴകളും കരകവിഞ്ഞൊഴുകുന്നതിനാൽ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 24 കണ്ണൂർ.
എറണാകുളം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ അതിരൂക്ഷ കടലാക്രമണം. മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് വാർണിംഗ് ലെവൽ കടന്നതിനാൽ തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ശക്തമായ കാറ്റിലും മഴയിലും കണ്ണമാലി നായരമ്പലം ഭാഗത്ത് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. നിരവധി വീടുകളുടെ മേൽക്കൂരകൾ തകർന്നു. കാറ്റിനും മഴയ്ക്കുമൊപ്പം കടലാക്രമണവും രൂക്ഷമായതോടെ ദുരിതത്തിലായിരിക്കുകയാണ് തീരദേശവാസികൾ. രാത്രിയും കടലുകയറ്റവും പകലും കടലുകയറ്റം. എവിടോട്ട് ഓടാനാണ് ഞങ്ങൾക്ക് ഓടാൻ സ്ഥലവും കൂടി ഇല്ല. എല്ലാവരും വന്നു പോയെന്നല്ലാതെ ഇന്ന് വരെ ഈ സമയം വരെ ഞങ്ങൾക്ക് ഒരു ചെറിയ രീതിയിൽ പോലും ഒരു സഹായം ഇവിടെ എത്തിച്ചിട്ടില്ല. കാക്കനാട് തുതിയൂരിൽ വീടുകളിൽ വെള്ളം കയറി. ഇതോടെ പലരും ബന്ധുവീടുകളിലേക്ക് മാറി. മൂവാറ്റുപുഴ ആറിൽ ജലനിരപ്പ് ഉയർന്നു. നദിയുടെ തീരത്ത് താമസിക്കുന്ന ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരുമംഗലം വില്ലാഞ്ചിറ ഭാഗത്ത് വീണ്ടും മണ്ണിടിഞ്ഞു. കഴിഞ്ഞയാഴ്ച മണ്ണിടിഞ്ഞതിന് സമീപത്ത് തന്നെയാണ് വീണ്ടും അപകടം. പ്രദേശത്തുള്ള വൈദ്യുതിയും നിലച്ചു. ശക്തമായ കാറ്റിലും മഴയിലും ജില്ലയുടെ പല ഭാഗത്തും മരങ്ങൾ കടപുഴകി. അങ്കമാലി എളവൂർ വട്ടപ്പറമ്പ് റോഡിൽ വാഗമരം ചെറുകടകൾക്ക് മുകളിലേക്ക് വീണു. കുമ്പളത്ത് ശക്തമായ കാറ്റിൽ വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. 24 കൊച്ചി. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കരളും വൃക്കയും പകുത്തു നൽകിയ അമ്മയ്ക്ക് സമ്മാനമായി മകന്റെ ഉന്നത വിജയം. തമിഴ്നാട് നീലഗിരി സ്വദേശികളായ രമേശ് വിജില ദമ്പതികളുടെ മകൻ റൂബിനാണ് വെല്ലുവിളികൾ അതിജീവിച്ച് പരീക്ഷയിൽ സ്കൂൾ ടോപ്പറായത്. എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. തമിഴ്നാട്ടിലെ നീലഗിരി സ്വദേശികളായ രമേശിനും വിജിലയ്ക്കും മകന്റെ അസുഖം തീരാവേദനയായിരുന്നു. ഹൈപ്പറോക്സലൂറിയ എന്ന അപൂർവ ജനിതക രോഗം. വൃക്കയുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ് എറണാകുളം ലിസി ആശുപത്രിയിലെത്തിയത്. കരളും വൃക്കയും മാറ്റിവെക്കുക മാത്രമായിരുന്നു പരിഹാരം. അമ്മ വിജില റൂബിന് കരളും വൃക്കയും ദാനം ചെയ്തു. 2 വർഷം മുൻപ് 3 മാസത്തെ ഇടവേളകളിൽ കരളും വൃക്കയും മാറ്റിവെച്ചു. വർഷത്തിന് മുമ്പേ എനിക്ക് ലിസി ആശുപത്രിയിൽ വെച്ച് കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ലിവർ ട്രാൻസ്പ്ലാന്റ് നടത്തി. ഇപ്പം ഞാൻ നല്ല സുഖത്തോടെ ഇരിക്കുന്നു. ഇപ്പം 10th എക്സാമിൽ എനിക്ക് 461 മാർക്കുണ്ട് 500. ഇനി ഞാൻ നല്ല പഠിച്ച് എനിക്ക് ഒരു ഡോക്ടർ ആവണം. 93% മാർക്ക് വാങ്ങിയാണ് റൂബിൻ SSLC പാസ്സായത്. ചികിത്സിച്ച ഡോക്ടർമാർക്കൊപ്പം സന്തോഷം പങ്കിടാൻ ലിസി ആശുപത്രിയിലെത്തിയ റൂബിന് ഹൃദ്യമായ സ്വീകരണമൊരുക്കി. പഠിച്ച് ഒരു ഡോക്ടറാകണമെന്ന ആഗ്രഹത്തിന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് ഡോക്ടർമാരുടെ ഉറപ്പ്. ന്യൂസ് ഡെസ്ക് 24. കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു.